ഒറ്റപ്പാലത്ത് പി.കെ. ശശിയെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തി. ശശിയെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ സ്വന്തം നിലയിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. യു.ഡി.എഫ് ഉയർത്തുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് അനുയോജ്യനല്ല പി.കെ. ശശിയെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ ആരോപണമുയർന്ന ഘട്ടത്തിൽ മുന്നും പിന്നും നോക്കാതെ നടപടിയെടുത്ത കോൺഗ്രസിന് പി.കെ. ശശിയെ എങ്ങനെ മത്സരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ ചോദ്യം. പി.കെ. ശശിയെ മത്സരിപ്പിക്കുമെന്ന് ഇപ്പോഴും കരുതുന്നില്ലെന്നും മത്സരിപ്പിച്ചാൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഡി.സി.സി മുൻ അംഗവുമായ അഡ്വക്കേറ്റ് എൻ.കെ. ജയദേവൻ വ്യക്തമാക്കി. ശശിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ഒട്ടേറെ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും അസംതൃപ്തരാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിൽ പി.കെ. ശശി സ്ഥാനാർത്ഥിയാകും ഒറ്റപ്പാലത്ത് ഐക്യജനാധിപത്യയുടെ എന്ന രീതിയിൽ അതിശക്തമായ പ്രചാരണം വാസ്തവത്തിൽ സത്യമാണ് എന്ന് ഇപ്പോഴും കരുതുന്നില്ല. അത് തികച്ചും ഒരു അസംബന്ധമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്തരമൊരു വാർത്ത കണ്ടപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഉള്ള വേദി കണ്ടെത്താൻ ആലോചനകൾ നടത്തുന്നു. പി.കെ. ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടുത്ത കാലത്തായിട്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പാർട്ടി അതിശക്തമായ നടപടി സ്വീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യുവജന നേതാക്കളുടെ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് മുൻപിൻ നോക്കാതെ തന്നെ പാർട്ടി അതിശക്തമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. ഒരു ന്യായീകരണത്തിന് മുതിർന്നില്ല പാർട്ടി. ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയിൽ പി.കെ. ശശിയെപ്പോലെ ഉള്ള ഒരു വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വം അത് ജനം സ്വീകരിക്കുന്നൊരു കാര്യമല്ല എന്നാണ് ഞാൻ നോക്കുന്നത്. CPM വിട്ട പി.കെ. ശശിയെ CPMന്റെ കുത്തക മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കോൺഗ്രസിനുള്ളിലെ അതൃപ്തി പുകയുന്ന സാഹചര്യം. UTV ന്യൂസ്, പാലക്കാട്.